ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇന്റർലോക്ക് കട്ടകൾ സൈഡിൽ നിന്ന് ഇളക്കി കഴിയുകയാണെങ്കിൽ ഇളകി വരുമെന്ന്. ഇത് കണ്ടില്ലേ, ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ കട്ടകൾ പോക്കുന്നത്. ഒരു കട്ടകൾ പോലും ഇളകിയിട്ടില്ല. കണ്ടോ, മുകളിൽ ക്രെയിനാണ്. സാധാരണ ഗതിയിൽ ഇന്റർലോക്കിംഗ് മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഈ കട്ടകൾ ഇളകി വരില്ല. ഇതിപ്പം ഗമ്മും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഇളകി വരില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മുടെ വീട് പണിയിൽ 40% വരെ കാശ് എങ്ങനെ ലാഭിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ടഫിയുടെ ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച് പണിയുന്ന ഒരു വലിയൊരു വീടിന്റെ സൈഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ബ്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമെന്റ് ഉപയോഗിക്കേണ്ട, അതുപോലെ പ്ലാസ്റ്റർ ചെയ്യേണ്ട, നേരിട്ട് പുട്ടിയിട്ടാൽ മാത്രം മതി. അതുപോലെ തന്നെ നിങ്ങൾ പണിക്കാരെ വെക്കുകയാണെങ്കിൽ ഇവർ ആ പണിക്കാർക്ക് ഈ കട്ട എങ്ങനെയാണ് കെട്ടേണ്ടതെന്നുള്ള ട്രെയിനിങ് കൊടുക്കും. ഇല്ലെങ്കിൽ ഇവർ ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പണിക്കാരെ നിങ്ങൾക്ക് വിട്ടുതരും. ഇല്ലെങ്കിൽ ഈ കട്ട കെട്ടി അതുപോലെ തന്നെ പുട്ടിയിടുന്നവരെയുള്ള കോൺട്രാക്റ്റ് ആയിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റിലും ഇവർ ചെയ്തു കൊടുക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഗം ഒഴിക്കുന്നതാണ്. ഈ ഗം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പ് ക്രെയിനിൽ പൊക്കിയ പോലെ ഒരിക്കലും ഈ കട്ട ഇളകി വരില്ല. അതുപോലെ തന്നെ ഡയറക്റ്റ് പിന്നീട് പുട്ടിയിട്ടാൽ മാത്രം മതി. ഇത് പെരുമ്പാവൂരിൽ 5 വർഷം മുമ്പ് ഈ ടഫിയുടെ ഇന്റർലോക്ക് ബ്രിക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു 5500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീടാണ്. ഇപ്പോഴും കണ്ടോ, പുതുപുത്തനായിട്ടിരിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളൊക്കെ സാധാരണ കടയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. 1997 മുതൽ ഉള്ള ഒരു ബ്രാൻഡാണ് ടഫി ഇന്റർലോക്ക് ബ്രിക്സ്. 27 വർഷത്തെ പാരമ്പര്യമുണ്ട്. പല സൈസിലും പല ക്വാളിറ്റിയിലും ഇവിടുത്തെ കട്ടകൾ അവൈലബിൾ ആണ്.